കാണം വിറ്റിട്ടും ഓണം കൊള്ളണം എന്നാണ് മലയാളിയുടെ ചൊല്ലി. അല്ലാതെ എന്തുട്ടി കാണാം? കാണം എന്താന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും എനിക്കറിഞ്ഞൂടാ. അതായത് വസ്തുവോ പറമ്പോ അങ്ങനെ എന്തെങ്കിലും, അതായത് പൈസ ഇല്ലാതെ വരുമ്പോ അത്തരം വസ്തുക്കളൊക്കെ വിറ്റിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കണം. പട്ടിണി പാടില്ല. പട്ടിണി പാടില്ല. കർക്കിടക മാസം പഞ്ഞമാസത്തിലാണ് പട്ടിണി. അപ്പൊ അന്ന് പട്ടിണി കിടന്നിട്ട് ചിങ്ങമാസം ആകുമ്പോ ഗംഭീരമായിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ആഘോഷിക്കാൻ. അതാണ് നമുക്ക് ഈ സർക്കാർ ഈ ബോണസും അതും ഇതൊക്കെ തരണത് അല്ലേ, ആർമാദിക്കാൻ. എന്താ ദുരിതം യാതൊരു. ഇപ്പോ ഇഷ്ടംപോലെ വസ്ത്രങ്ങളുണ്ട് വീട്ടില് അല്ലേ, ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ ഉണ്ടാവും. എന്നാലും ഓണം വരുമ്പോൾ പുതിയ സാരി എടുക്കണം, പുതിയ ജാക്കറ്റ്, വേഷ്ടി, ഗീഷ്ടി, മുണ്ട്, ഷർട്ട്, അങ്ങ് ചെലവാക്കുകയാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ, ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കുക, അതിൽ കുറെ തിന്നും കുറെ കളയും. അപ്പൊ ഈ കളയാനാ കൂടുതൽ ഉണ്ടാക്കണത്. അപ്പൊ അങ്ങനെ ആർഭാടം കാണിക്കുക. എല്ലായിടത്തും സ്ഥിതി ഇത് തന്നെയാണ്. ഓണം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് 10 പൈസ ഇല്ല. അതെ അല്ലേ, കംപ്ലീറ്റ് ചെലവാക്കി. അല്ല നിനക്ക് ഇതിന് ഓണമില്ലല്ലോ. നീ എന്ത് മര്യാദ പറയണ? ഓണം കേരളീയരുടെ ദേശീയോത്സവം അല്ലേ, അതെല്ലാവർക്കും ഉണ്ട്. ആ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഓണത്തിന് മാത്രം ചെലവാക്കിയാൽ മതി. അല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞെന്തിനാന്നറിയോ, ഓണം കഴിഞ്ഞോട് കൂടിയിട്ട് ആകെ കയ്യിലെ പൈസ കംപ്ലീറ്റ് തീർന്നു പോയി. അപ്പോ എന്താ നിന്റെ കയ്യിലുണ്ടാവുക? എന്റെ കയ്യിൽ എന്ത് സ്ക്രൂ ഡ്രൈവറും പ്ലെയറും ഉണ്ട്. ഞാനതല്ലേ പറഞ്ഞ, ഓണം കഴിഞ്ഞപ്പോ ഞാനും ആകെ തെണ്ടിയിരിക്കുകയാണ്. നല്ല ചിലവായിരുന്നു. എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത്, ഭക്ഷണം വെച്ച്, ഞങ്ങൾ ടൂറ് പോയി. 10 പൈസ ഇല്ല. എനിക്ക് ചോദിച്ചു വന്നപ്പോ തന്നെ മനസ്സിലായത്. ഞാൻ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ പിടികിട്ടി. നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊന്നുമില്ല. അല്ല വേണമെങ്കിൽ അങ്ങോട്ട് തരാം. ഇല്ല എനിക്ക് വേണ്ട, എന്റെ കയ്യിലില്ലെന്നേ ഉള്ളൂ. ഇനി വേറെ ബാധ്യത ഉണ്ടാക്കി നോക്കണ്ടല്ലോ. അതുപോലെ നമ്മുടെ ക്ലീറ്റസ്, എന്റെ ക്ലീറ്റസിന് എന്താണ് ഓണം കഴിഞ്ഞതിന് ശേഷം എന്തോ കാര്യമായിട്ട് ഒത്തിട്ടുണ്ട്. ആണോ? വല്ല കച്ചവടം നടന്നിട്ടുണ്ടാവും. കച്ചവടം നടന്നുണ്ടാവും. എന്റെ മുമ്പിൽ വരില്ല. എന്നെ കാണുമ്പോ നേരെ തിരിഞ്ഞും പറഞ്ഞിട്ടൊക്കെ അങ്ങ് പോകും. ശരി. അപ്പൊ അവനെന്തേലും കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഒതുക്കം. കിട്ടുമ്പോഴാ ഒതുക്കാം. 10 പൈസയിലെ രാവിലെ തുടങ്ങും വെല്ലുവിളി. അത് തങ്കത്തിനോട് ചോദിക്കാം, എന്തെങ്കിലും ഒതുക്കാന്ന് ചോദിക്കും. എന്തിനു വെറുതെ ചോദിക്കുന്നത്? എന്ത് കാര്യത്തിന്? അല്ല നീ ഇപ്പൊ കരുതും ഞാൻ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞാണെന്ന് കരുതും. നമ്മാമിൽ അങ്ങനെ ഇല്ലല്ലോ. ഉണ്ടാക്കാതിരിക്കും, മര്യാദ ജീവിച്ച് കണ്ടാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. ഹലോ, ചുവരിലൊന്ന് തട്ടിയേ. ഇപ്പുറത്തെ കൈ അത് ഒന്നുമില്ല. ഈ കൈക്ക് വേദനയുള്ളതുകൊണ്ട് ഈ കൈ താത്തു വെച്ചേക്കാം. ഒന്നുമില്ല, കൈക്ക് ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. എന്താ കറി വെച്ചേ? എന്താന്ന് കറി അവിടെ എന്തൊക്കെയാ വെക്കുന്നത് കണ്ട്. എന്റെ പൊന്നോ, ഞാൻ നിനക്ക് അന്നാളെ അടങ്ങിയില്ലേ? എടി ഈ തലയിൽ ഒരിത്തിരി എണ്ണ തേച്ച് മുടിയൊക്കെ ഒന്ന് ചീപ്പി കെട്ടിയാൽ എന്താ? ഔട്ട് ഓഫ് ഫാഷനാ ഇങ്ങനെ ഈ എണ്ണ ചപ്പി ചോദിക്കുന്നത് ഷാമ്പു വെച്ച് പറത്ത് ഇങ്ങനെ ഫാഷൻ ആയിട്ട് തന്നെയാണെന്നല്ലേ. എണ്ണ വെച്ചേക്കണത് നല്ലത്. നിന്നെ ഉണ്ടല്ലോ രാവിലെ ഞാൻ ദിവസം എണ്ണ തേച്ച് വെയിലത്ത് 1/2 മണിക്കൂർ നിർത്തിയിട്ടുള്ളത് അറിയാമോ? അത് പറ, വെറുതെ അല്ല ഞാനിങ്ങനെ കറുത്തു പോയത്. ഓരോ ആവശ്യമില്ലാത്ത പണി ചെയ്തിട്ട്. എന്നാലും എന്നെ കാണാൻ നല്ലല്ലേ അമ്മേ? പിന്നെ എനിക്ക് എന്റെ കുഞ്ഞ് നല്ലതല്ലേ. കാക്കയ്ക്ക് താൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്നാ ഞാൻ പറയുന്നത്. അങ്ങ് മുറുക്കി പിന്നിക്കോ അമ്മേ. അമ്മ എന്തിവിടെ? ഇത് എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അല്ല ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ആരാ? ഇത് ആരാ വീടാ? അല്ല അമ്മ അങ്ങനെ ഇവിടെ പതിവായിട്ട് പറഞ്ഞതല്ലോ, അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ വരത്തില്ലേ? അല്ലേ അല്ലേ, ഇത് നല്ല കാര്യമായി. ഇത് കൊള്ളാവോ ഡാഡി? കൊള്ളാം, നന്നായിട്ടുണ്ട്. അതാ അപ്പൊ അത് അതൊന്നുമില്ല. അത് നമ്മുടെ പിന്നെ ഈ എടി അതെ ഇൻഡക്ഷൻ സ്പീക്കർ. ഇൻഡക്ഷൻ സ്പീക്കർ അയ്യോ, ഇതുകൊണ്ടൊന്നും എന്റെ നടുവിൽ പിടിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും എനിക്ക് വല്ല കൊട്ടൻ ചുക്കാതിയാ ധന്യാന്തരം അങ്ങനെ കൊണ്ടുവന്നാ മതി. ഇതൊക്കെ
അമ്മ ഇതല്ല, ഇതെന്താന്നറിയാമോ അമ്മ? ഇത് ഇൻഡക്ഷൻ സ്പീക്കർ എന്നാണ് ഇതിന്റെ പേര്. അതായത് നമ്മൾ ഈ പാർട്ടിയുടെ പരിപാടിക്ക് വേണ്ടി, പാർട്ടി ഓഫീസിലേക്ക് വേണ്ടി വാങ്ങിച്ചതായത്. ഈ ജാഥയൊക്കെ വിളിക്കാൻ പോകുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഒരാൾ സിന്താവാന്ന് വിളിച്ചാൽ ഒരു 500 പേര് വിളിക്കുന്ന പോലെ ഇതിന് സൗണ്ട് വരും. അല്ല അതിപ്പോ ഇവിടെ ആര് വിളിക്കാൻ പോണ്? ഇതേ പാർട്ടി ഞങ്ങൾക്ക് ഉടനെ ഒരു ജാഥയുണ്ട്. ആ ജാഥയ്ക്ക് മിക്കവാറും ആള് കുറവായിരിക്കും. അതുകൊണ്ട് ഇതാണ് സ്പീക്കർ, അവിടെ ഇത് ഇരിപ്പുണ്ട് കണ്ടാ. അപ്പൊ അത് ജാഥയ്ക്ക് കൊണ്ടുപോകാനുള്ളതാ. ഓ പിന്നെ നീ എന്തോ കണ്ടിട്ടുണ്ട് പരസ്യത്തില്? നീ TV കണ്ട പരസ്യം? ഇത് പരസ്യം അങ്ങനെ പറഞ്ഞ സാധനമല്ല. അക്കൗണ്ട് ചുമ്മാ ഇരിക്കടി, പോയി പഠിക്കടി. ആ ഇതേ പാർട്ടി ഓഫീസില് ഒരു അത്യാവശ്യം അതിനാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചത്. പണികൾ കുറഞ്ഞു വരികയാണേ പാർട്ടിക്ക്. ഓ എന്താ അതാ വിളിക്കുന്നു അമ്മേ. പിന്നെ ജയന്തി വിളിച്ചു. ഇല്ലമ്മേ, ക്ലീറ്റിന് തോന്നിയത്. ഞാൻ പോവാ അങ്ങോട്ട്, എന്താണെന്ന് അറിയത്തില്ല. വിളിച്ചു അല്ല ക്ലീറ്റ, ഇത് മറ്റേ ശരിക്കും ജാഥ വിളിക്കുന്ന സാധനം ഇൻഡക്ഷൻ കുക്കർ അല്ലേ? എന്റെ പോത്തെ, ഇത് ഇൻഡക്ഷൻ കുക്കർ തന്നെ. പിന്നെ ഇതിന് അമ്മേനോട് നുണ പറഞ്ഞേ? പിന്നെ അങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് നോട്ടീസ് അടിക്കും, ഇവിടെ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ച് ഇനി ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും, ഒരു 2 മണിക്കൂർ ചായ ഇടാൻ തരൂ, ഇത്തിരി വെള്ളം ചൂടാക്കാൻ തരൂ. ഇനിയിപ്പോൾ അവകാശികൾ വന്നു തുടങ്ങും. അത് വേണ്ട. ഡീ, നീ എങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞ കണ്ണു ചേട്ടൻ ഞാൻ കുത്തിയെടുക്കും. നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം നമ്മളെ വീട്ടിൽ ഇരുന്നാൽ മതി. ഇത് ഇനി കണ്ട വീടുകളിൽ നിറങ്ങണ്ട ഈ സാധനം. അത് തന്നെയല്ല, എന്നാളേ ആ കുറ്റി ഒന്ന് കടം തരാവോന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, അവക്ക് എന്തായിരുന്നു പത്രാസ് എന്നറിയോ? കൊടുക്കണ്ട, കൊടുക്കൂല. പുതിയ സാധനം വലിച്ചിളക്കി. അത് ഒട്ടിക്കാക്കൂന്ന് പറഞ്ഞ പുതിയ സാധനത്തിന്റെ രൂപ 1-2 അല്ല, 4500 രൂപയാണ്. നിന്റെ ആഗ്രഹം സാധിച്ചു തരണതാണ് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ഗ്യാസ് തീരാറാകുമ്പോഴത്തേനും മനുഷ്യൻ ടെൻഷൻ അടിച്ചാകും. ഇനി കുഴപ്പമില്ല, ആരെയും കാല് പിടിക്കണ്ടല്ലോ ഗ്യാസ് തീർന്നാലും. ഇതങ്ങോട്ട് കുത്തുക, സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്യുക, ഇത് വെക്കുക. എനിക്കിത് എങ്ങനെയാ പ്രവർത്തിക്കണേന്ന് അറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ പഠിപ്പിച്ചിരുന്നു നിനക്ക്. എന്നാ നമുക്കിപ്പോ ചെയ്യാം. ഞാനൊന്ന് ചായ ഇട്ടോ? നീ ഇട്ടില്ല. അപ്പൊ ചായ ഇട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാം. ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. നമുക്ക് ചായ ഇട്ടത് ഉദ്ഘാടിക്കാം. അപ്പുറത്തെങ്ങാനും പോയി പറഞ്ഞ എന്റെ വിധം മാറും കേട്ടല്ലോ. സാമ്പാർ വെക്കാൻ പറ്റുമോ അതിനകത്ത്? അയ്യോ അത് പറ്റില്ല അവളെ. സാമ്പാറൊന്നും വെച്ച് നീ അത്ര ഇതിനെ നശിപ്പിക്കാൻ നോക്കരുത്. എന്നാ വേഗം കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴത്തേക്ക് സാമ്പാർ കഷ്ണം ഉണ്ടാക്കി വെക്കാം. ഓടിക്കരുത്. അതല്ല, മുരിങ്ങാക്കൂന്റെ കാര്യം. ഞാൻ അതിനെ ചിലപ്പോ അതും ചെയ്യും. എല്ലാം ആയിട്ടുണ്ട്. എന്താണ് അവിടെ എന്തോ ഒരു രഹസ്യം ഉണ്ട് കേട്ടാ. എന്ത് രഹസ്യം? ഇന്ന് ക്ലീറ്റോ ചേട്ടൻ വരുമ്പോഴേ എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒളിപ്പിച്ചു വെച്ചാ കൊണ്ടുവന്നേ. നിനക്ക് എന്തിന്റെ കേടാണ്? എന്തിനാണ് വേറെ ആരെങ്കിലും സ്വകാര്യമായിട്ട് കൊണ്ടുപോയ സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ കണ്ണു തുറച്ചോണ്ട് നിൽക്കുന്നത്? ഏട്ടാ അതല്ല, അതെന്ത് വേറെ ആരെങ്കിലും ഒന്നും അല്ല, ഏട്ടന്റെ പെങ്ങളുടെ വീടല്ലേ അത്. നമ്മൾ എന്തുണ്ടെങ്കിലും പറയൂലോ. ഇങ്ങോട്ട് വന്നപ്പോഴേ മറച്ചു പിടിച്ചു. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. അത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. എന്തപ്പോ പറയാൻ പറ്റാത്ത സാധനം? എന്തെങ്കിലും ഉണ്ടാവുന്ന നമുക്കറിയില്ലല്ലോ. ഇപ്പൊ തന്നെ ഏട്ടന് ഇത് കൊണ്ടുവന്ന പരസ്യമായിട്ടല്ലേ. ഇത് കണ്ട എല്ലാവർക്കും അറിയാം ഇത് പച്ചക്കറിയാണ്. പക്ഷെ ഇത് ഇങ്ങനെ മറച്ചു പിടിച്ചാലോ എന്താന്ന് നമ്മൾ ചോദിക്കൂലേ? അത്രേ ഉള്ളൂ. അതെ, ഒന്നാമത് ആദ്യം നിന്റെ ഈ സ്വഭാവം നിർത്ത്. മറ്റുള്ള ആളുകളുടെ സ്വകാര്യത, അവരെന്തെങ്കിലും സ്വകാര്യമായിട്ട് കൊണ്ടുപോകുന്ന സാധനം അത് എന്താണ് ഏതാണെന്ന് അന്വേഷിക്കാൻ നിൽക്കുന്നത് എന്ത് കാര്യത്തിനാണെന്ന്? അല്ലേ എന്താ നമ്മളോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്തിനു പറയണതെന്ന്? അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ അവർ പറയും, ഇല്ലാത്താണെങ്കിൽ അവർ പറയൂല, അത്രേ ഉള്ളൂ. പക്ഷെ ക്ലീറ്റോചേട്ടൻ എന്തോ ഒരു സംഭവം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതെന്താന്നുള്ളതാ. നിനക്ക് വേറെ പണിയില്ല എന്റെ ജമന്തി. ഉണ്ടെന്നുള്ള ചായ എടുത്തേ. നീ ചായ എടുക്കാം. എന്നാലും ഇപ്പൊ അതെന്തായിരിക്കും? എന്താന്ന് അറിയണമല്ലോ അങ്ങനെയാണെങ്കിൽ.
നോക്കിയേക്കണേ? അല്ല എന്നാലും അത് എന്തായിരിക്കും? അവര് സ്വകാര്യമായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിക്കണ എന്തിനാ? ഇന്നെങ്കിലും മനസ്സമാധാനത്തോട് കൂടിയിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പൊള്ള മനസ്സമാധാനം പോയി. അപ്പൊ അതല്ലേ ഞാനും ചോദിച്ചത്. കണ്ടവന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട. ബാ ചായ കുടിക്കാൻ ബാ. അളിയാ കറണ്ട് ഉണ്ടോ അവിടെ? എന്തോ കറണ്ട് ഉണ്ടോ? കറണ്ടല്ലടി? ആ ഉണ്ട്. ഉണ്ടോ? എന്തേ? ഇവിടെ ഇല്ല. ആ അവിടെ ഇല്ലെങ്കിൽ വേണ്ട. അതെ നീ ചായക്ക്. അളിയാ ഒന്ന് നോക്കളേ. നോക്കളേ അത്. ആ അപ്പൊ കറണ്ടിന്റെ ആവശ്യം വരുമ്പോ ഞാൻ വേണം. നീ ഭയങ്കര വിവരക്കാരനാണല്ലോ. അത് ചെയ്യടോ. എടാ അളിയതിന്റെ വലിയ ആളല്ലേ, ഒന്ന് നോക്കാൻ പറയടി. എന്ത്? ഒന്ന് വന്ന് ശരിയാക്കിത്താ. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ചായ ഒന്നും കുടിച്ചില്ല. ചായയൊക്കെ കുടിക്കട്ടെ. ചായ നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാം അളിയാ. ചായ ഇവിടെ നിന്ന് തരാം. എന്താ അറിയാമോ, മൊബൈൽ ചാർജ് ഇല്ല. പ്രസിഡന്റ് വിളിക്കുക. അത് ഇന്ത്യൻ പ്രസിഡന്റാ? അളിയാക്കല്ലേ അളിയാ, നമ്മളെ പാർട്ടിയുടെ പ്രസിഡന്റ്. വാളിയ ഒന്നും നോക്കളിയാ. എന്തൊരു കഷ്ടം നോക്ക്. പൊന്നോ എവന്റെ കാല് താങ്ങ. എന്താണ് പ്രശ്നം? എവിടെയാണ് നോക്കളിയാ? അയ്യോ അളിയാ സൂക്ഷിച്ച്. കറണ്ട് ഇല്ലാന്ന് പറഞ്ഞ ആവേശമൊന്നും കാണിക്കണ്ട, മെല്ലെ വാ. അല്ല വേറൊരു കാര്യം, ഇതിന്റെ ബില്ലടച്ചായിരുന്നോ? ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയും. ബില്ല് ഞാൻ കഴിഞ്ഞ ആഴ്ച അടച്ചു. കഴിഞ്ഞ ആഴ്ചയോ? കഴിഞ്ഞ ആഴ്ച അടച്ചടി? അടച്ചടച്ചു. അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചോ? അങ്ങനെയൊക്കെ സംഭവിക്കണം. മെല്ലെ മെല്ലെ വാളിയാ. ചീട്ടി വീഴരുത്. നീ ഇങ്ങോട്ട് മാറി നിൽക്ക ആദ്യം. അളിയും പോ. ആ ഇത് ഫ്യൂസ് പോയതാ. പോയോ? ആ ഓ അപ്പൊ ഇനിയിപ്പോ ഇത് കെട്ടാൻ വല്ല കമ്പി എന്തെങ്കിലും ഉണ്ടോ? ഈ പപ്പടം പൊരിച്ചെടുക്കണ കമ്പി ഉണ്ട്. അത് വല്ല ഈ വയറും മറ്റേ വയറില് വയർ ആരോട് പറയണ പോങ്ങ വയർ എടുക്കളിയാവോ കമ്പി. എടുക്കണ ഒന്ന് പെട്ടെന്ന് എടുക്ക് തങ്കം. ഇതാണ് നോക്കിയടാ. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ച പണിയല്ലേ, സൂക്ഷിക്കണം. മതി കളിയാ. എനിക്ക് പേടിയാ. പണ്ടേ ഈ ടി വിയുടെ മറ്റേ ആന്റിനെ കുത്താൻ നേരത്തെ എനിക്ക് ഒരു പ്രാവശ്യം കറണ്ട് അടിച്ചിട്ടുണ്ട്. ഒന്ന് മിണ്ടാണ്ട നിൽക്കുവോ? ചെയ്യട്ടെ. അല്ലേ എന്നെ കറണ്ട് അടിച്ച കാര്യമേ ഞാൻ അതെങ്ങനെ ഓർമ്മിച്ചതാ. ഒരു ഫീസ് കേട്ടോ ഇത്ര സമയം വേണോ? നോക്കിക്കോ കറണ്ട് നോക്ക്. നോക്കിക്കോ നോക്കിക്കോ. അയ്യോ പോയടാ. വന്നായിരുന്നു. പോയാ? മിന്നേ ഉള്ളൂ. അപ്പൊ തന്നെ പോയി. കഷ്ടമാണ് ഇത്. അയ്യോ അപ്പൊ വേറെന്തോ കംപ്ലൈന്റാ? വേറെന്തോ ആളെ കെട്ടി ചിലപ്പോൾ ശരിയായില്ലായിരിക്കും. അതായിരിക്കൂലേ? അതെ അളിയാ. നീ എന്താ എന്നെ കൊല്ലു? എന്റെ സംശയം എന്താണ്, ആ പീസിന്റെ അടിവശത്തൊരു സ്ക്രൂ ഉണ്ട്. അത് ലൂസാണോ? അതേണ്ടത് ഒന്ന് നോക്കി. അത് നോക്കാം. നിനക്കറിയാമെങ്കിൽ നിനക്കങ്ങ് നോക്കിയാ പോരെ? അല്ല അളിയ നോക്കിയാൽ അത് വിട്ടുപോയോന്നൊരു സംശയം. എനിക്കറിയാവുന്ന അത് നോക്കാനാ ഞാൻ വന്നത്. അത് നോക്കട്ടെ. അവിടെ കുഴപ്പമില്ല. ഇനി അകത്തെന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അല്ല അത് അകത്തുണ്ടല്ലോ അളിയ. അകത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താണ് പ്രശ്നം. ഇതിനകത്ത് എടേ നീ ഇതെന്തോന്നത്? ഇത് എന്റെ വീടല്ലേ. ഇതിനകത്ത് എന്താണ് പ്രശ്നം നോക്കാൻ എനിക്ക് അറിയാവുന്ന. അളിയൻ അറിയാം, പക്ഷേ എങ്കിലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഇടുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാവാറുണ്ട്. അതൊന്ന് നോക്കി അളിയ. അല്ല എന്തായിരിക്കും? അവിടെ കുഴപ്പമില്ല, അത് പോയി കിടക്കുവാണ്. അതിനകത്ത് നോക്കളിയ. അത് അയ്യോ അത് ചെതല് കയറി ചെതല്. അത് അളി ഒന്ന് ഇളക്കി വേണമെങ്കിൽ നോക്കിയോ. അവിടെ കുഴപ്പമില്ല, അത് പോയി കിടക്കുവാണ്. അതിനകത്ത് നോക്കളിയ. അത് അയ്യോ അത് ചെതല് കയറി ചെതല്. അത് അളി ഒന്ന് ഇളക്കി വേണമെങ്കിൽ നോക്കിയോ. കുഴപ്പമില്ല അത്. അവിടെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഇനി ഇവിടെ വരണോ? നിനക്കെന്താണ്? അല്ല ഇവിടെ ഉണ്ട്. നീ എന്റെ പിന്നെ ഒന്ന് മാറിനാ നീ. അല്ല നോക്കി അളിയ നോക്കിയോ. കിട്ടിയോടെ എന്തായിരിക്കും എങ്ങനെ ഫ്യൂസ് പോണത്? എന്തോ കുഴപ്പമുണ്ടോ? ഇവിടെയും കുഴപ്പമൊന്നുമില്ല. മാറി ഇത് ഇവിടെ ഇറങ്ങുന്നുണ്ടോ? ഇതിപ്പോ അതെ അളി അവിടെ കുഴപ്പമൊന്നുമില്ല. അത് പ്രശ്നമുള്ള കാര്യമല്ല. ഓ ഇതൊക്കെ ഇങ്ങനെയാണ് വെച്ചിരിക്കണേ? അത് അങ്ങനെ വെച്ച് പോയെന്ന് പറഞ്ഞാൽ അത് ആണി ചെറിയ ലൂസായിരുന്നേ. അത് കുഴപ്പമില്ല. അത് ഇതൊക്കെ അവിടെ ഉറപ്പിക്കണം. വെറുതെ അല്ല. അത് അളിയ അതാണ് ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഇതാണ് അളിയ കുഴപ്പം. അതല്ല ഈ മാക്സ് എന്തിനാണ് ഇതെന്തത്? ഇൻഡക്ഷൻ കുക്കർ. കുക്കർ ഇതെപ്പോ പിടിച്ച്?
ഇത് പിന്നെ എന്നടി നമ്മൾ മേടിച്ച ഇന്നലെ അല്ലേ? ആ ഇന്ന് എന്തിനാ ഇത് വാങ്ങിച്ചത്? ഇതെന്തിനാ വാങ്ങിച്ചത്? ഇതെന്തിനാണ് എല്ലാവരും വാങ്ങണത്? ഉപയോഗിക്കാൻ. ഓ അപ്പൊ അത് ശരി. അപ്പൊ ഇതാണ് നീ മൂടിക്കൊണ്ടുവന്ന സാധനം. ആര് മൂടിക്കൊണ്ടുവന്നു? മൂടിക്കൊണ്ടുവന്നോ? എന്തോ ഞാൻ മൂടിയൊന്നും കൊണ്ടുവന്നല്ല, ഞാൻ വഴിയാക്കേണ്ട കയ്യിൽ തന്നെ ഇത് കൊണ്ടുവന്നേ. എന്തിനാ മൂടണേ? നീ ഇത് എവിടുന്ന് വാങ്ങിച്ചോണ്ട് വന്നത്? കടയിൽ നിന്ന്. പൈസക്ക് വാങ്ങിച്ചത് തന്നെയാണോ അതോ? ഞാനേ നടന്നു പോയപ്പോൾ നല്ലൊരു മഴ പെയ്ത് പെട്ടെന്ന്, ആ മഴയത്ത് ഇങ്ങനെ വന്ന് വീണതാ, ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. എന്താ ഞാൻ കാശ് കൊടുത്താൽ എന്താ കടക്കാരൻ വാങ്ങില്ലേ? എൻ്റെ സംസാരം ശരിയാവണില്ല കേട്ടാളിയാ. 4500. എത്ര? 4500. 4500 രൂപ കൊടുത്തിട്ട് നീ സാധനം വാങ്ങിച്ചോ? അതെന്താണ് ഞാൻ കൊടുത്ത ഇത് ശരിയാവത്തില്ല? എന്താ എൻ്റെ കയ്യിൽ 4500 രൂപ വരുന്ന പ്രശ്നമുണ്ടോ? നോട്ട് പിണങ്ങോ? ഇല്ലല്ലോ. അല്ല 4500 രൂപ പോയിട്ട് 500 രൂപ പോലും നിന്റെ കയ്യിലില്ലല്ലോ. ഓ അതെ, നീ വിചാരിച്ചാൽ മാത്രല്ല 4500 രൂപ കിട്ടുന്നത്. എന്റെ ക്ലീറ്റോ വിചാരിച്ചാലും നടക്കും. നിനക്ക് എവിടുന്ന 4500 രൂപ? നീ സത്യം പറഞ്ഞ ക്ലീറ്റോ? നീ ഇത് കട്ടോണ്ട് വന്നിട്ടാണോ? അല്ലയാ, ആവശ്യമില്ലാതെ രാവിലെ ചൊറിയാൻ നിൽക്കരുത് കേട്ടാ നീ. കേട്ടാ, നിനക്കിതിപ്പോ ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ചെയ്തുക. എന്തൊരു കഷ്ടമാണ് നോക്കണേ. ഓ അപ്പൊ അത് ശരി. അപ്പൊ അത് വാങ്ങിച്ചോണ്ട് വന്നിട്ട് നേരെ ഇതിലിട്ടങ്ങ് കുത്തി. എവിടെയെങ്കിലും കുത്തണ്ടേ? എവിടെയെങ്കിലും കുത്തിയാൽ ശരിയാവില്ല. അതിനെ കറണ്ട് പോയതും. ഇതിന് പവർ പ്ലഗ് വേണം എന്റെ പൊന്നളിയാ. എന്ത് സാധനം? അത് മറ്റേ ഈ ഇൻഡിക്കേറ്ററും ഫ്യൂസൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു ബോക്സാണ്. അത് വേണം. അത് വീട്ടിൽ ചെയ്യാതെ പറ്റൂല. കിട്ടുമോ? സംഗതി കിട്ടും. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ സാധനം വാങ്ങിക്കേണ്ട ആവശ്യം തന്നെ ഇവിടെ? ആവശ്യം ഉണ്ടായോണ്ട് വാങ്ങി. എന്റെ പൊന്നളിയ, ഇഷ്ടം പോലെ വിറകുണ്ട്, ഗ്യാസ് ഉണ്ട്, പിന്നെ ഈ സാധനം കൂടി എന്തിനാണെന്ന്? ഞങ്ങൾക്ക് വേണം. ഇവിടെ ഗ്യാസ് തീർന്നു പോയിട്ട് എത്ര പ്രാവശ്യം വന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ ഇത് ഉപയോഗിക്കും. നിനക്ക് ഇത് അസൂയോണ്ട് പറയണല്ലേ നീ ഇപ്പൊ? തന്നെ അസൂയാനടി. ഇത് ഒരുപാട് കറണ്ട് വലിക്കും. എന്താ നിങ്ങളുടെ വിചാരം? കറണ്ട് വലിക്കണം, അതിന്റെ ജോലി അത് തന്നെയാണ്. പിന്നെ അത് കറണ്ട് കൊടുക്കാനുള്ള സാധനമല്ലേ? കറണ്ട് വലിക്കുന്ന മാസം മാസം തന്നെ പൈസ കൊടുക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി ഒന്ന് ഗ്യാസ് തീർന്നാൽ നിങ്ങൾക്ക് ആർക്കും തരാൻ പറ്റില്ലല്ലോ. നിങ്ങളോടൊക്കെ വന്ന് ചോദിച്ചാൽ ഭയങ്കര വെയിറ്റ് ആണല്ലോ. അപ്പൊ ഞങ്ങൾ ഇതുകൊണ്ട് ഉപയോഗിക്കും. അവസാനം കറണ്ട് ബില്ല് കൂടിയെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പൈസ ചോദിച്ചു വരരുത്. അയ്യോ, കറണ്ട് ബില്ല് കൂടുമ്പോഴേ ഞങ്ങൾ ഈ സാധനം എടുത്ത് വിളയിലോട്ട് ഒരൊറ്റ എറിയങ്ങ് എറിയും. നിങ്ങളെ കളയും, വേണ്ടാന്ന് വെക്കും. ആളെയും വിഷമിക്കണ്ട കേട്ടാ. ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണി കാണിക്കാൻ തരില്ലടാ. ഇതെന്താണെന്നും ഇതിന്റെ ഉപയോഗം എന്താണെന്നും ഇതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്നും കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. പിന്നെ ഇത് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരല്. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം വാങ്ങിയിട്ടില്ല എന്ന് മാത്രം ആളെയും വിചാരിച്ചാൽ മതി. അയ്യോ, എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനമേ വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോ വാങ്ങിക്കായിരുന്നു. പിന്നെ ഇനി അഥവാ ഇവിടെ കറണ്ട് ബില്ല് കൂടി പൈസ അടക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ലാതെ അളിയനങ്ങ് ഫീസ് ചോദിക്കുക. ഞങ്ങളങ്ങ് സഹിച്ചോളാം, ഇരുട്ടത്തിരുന്നോളാം. സന്തോഷമാണ് ഞങ്ങൾക്ക് കേട്ടാ. അത്രേ ഉള്ളൂ. സാറേ, സാറേ, ക്ലീറ്റ സാറേ. അയ്യോ, ക്ലീറ്റ സാറേ. ഇവ സാറാ? ലൈൻമാൻമാർ മാത്രമേ സാറെന്ന് വിളിക്കാവോ? ഓ വലിയ സാറ്. എടാ ക്ലീറ്റസേ, നീ ഇവരുടെ കുറിയിലുണ്ടായില്ലേ സമ്മാന പദ്ധതിയില്? അതിന്റെ 3ാം സമ്മാനം എനിക്കായിരുന്നു, ഒരു ഇൻഡക്ഷൻ കുക്കർ. അത് അവിടെ ചെന്നിട്ട് ഇവനിങ്ങനെ എടുത്തോണ്ട് പോകുന്നത്. അത് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചതാ. ജോർജ്, എന്താ പ്രശ്നം? എന്താ അത് സമ്മാന കൂപ്പൺ മാറിപ്പോയ. സാറിന്റെ ലാസ്റ്റ് 69 ഈ പുള്ളിയുടെ 99 തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിങ്ങളെ തെറ്റിച്ച് എന്റെ കുറ്റമാണോ? സാറ് വിഷമിക്കണ്ട, സാറിന് വേറെ സമ്മാനം ഉണ്ട്. ഉണ്ടോ? പിന്നെ അല്ല, അത് ഈ സമ്മാന പദ്ധതിയിൽ ചേർന്നപ്പോൾ നമുക്ക് വേറെ സമ്മാനം ഉണ്ട്. ഞാൻ എടുത്തു പറ്റിപ്പോയതല്ലേ, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ അവൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാലോ. ഞാൻ കുക്കർ കിട്ടിയെന്ന് പറഞ്ഞ അവിടെ ചെന്ന് പറഞ്ഞ അത് ക്ലീറ്റസ് എടുത്തോണ്ട് പോയെന്ന്. അല്ല, ഞാൻ പറഞ്ഞ തെറ്റിപ്പോട്ടണമെങ്കിൽ അവൻ തരുവാൻ നമ്മളെ സമ്മാനം ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാ. നല്ല സാധനം. സമ്മാനം ചെയ്തേ. ഇത് സാറേ, സാറിനൊരു സമ്മാനം, പ്രോത്സാഹന സമ്മാനം. ഇതെന്താ ഇത്? ബൾബോ? ഒരു ഗ്ലാസ്സാ. ഇനി അത് പൊട്ടിക്കാൻ നിൽക്കണ്ടാ. ഇനി തെറ്റിപ്പോയിട്ട് ആരെങ്കിലും വന്നാൽ കൊടുക്കണ്ടേ? വാ വാ. നിനക്കിതാടാ നല്ലത്. Alien versus Alien.